നീ വെച്ച് മോട്ടൊക്കെ കേട്ടോ പറഞ്ഞേക്കാം. കുഞ്ഞോ ഇങ്ങി പോരെ ആ ഈ സ്ലാബ് തേക്കാൻ ഭയങ്കര താമസം. ഒത്തിരി ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് കണ്ടോ അടുക്കളയൊക്കെ തേച്ച്. വെട്ടമൊന്നും ആയില്ല കേട്ടോ, വെട്ടമൊക്കെ ആയി. അടിപൊളിയാക്കട്ടെ. ഈ പണി തേച്ചു, ഫുള്ള് തേച്ചു. ഇന്ന് മുറിക്കാൻ തേച്ചു. വെളി തേച്ചില്ല, അകമെല്ലാം തേച്ചു. നീ പോരെ കുഞ്ഞോ. അമ്മയും മോനും ഇരുന്ന് കഴിക്കോ, പിന്നെ കുഞ്ഞിനോട് ചോദിക്കും, എളുപ്പം കഴിച്ചു. കുഞ്ഞോ എന്തോ പഠിച്ചേന്നും കൂടെ ഒന്ന് പറഞ്ഞേ മാമിയോട്. അങ്ങനെ കാണിക്കല്ലേ ബുക്ക്. ഇതെന്തോ കുഞ്ഞോ എഴുതിയേക്കുന്നേ? എന്തോ എഴുതിയേക്കുന്നേ? ഞാൻ എഴുതിയ എന്തുവാന്ന് പറഞ്ഞു. എന്തോ അത് ഗുഡ് കിട്ടിയോ? ഗുഡ് ബോയ് ആണോ? കൊണ്ടുവച്ചാട്ടെ. ഇതാന്ന് ഇവിടുത്തെ കള്ളൻ. കുളിച്ചോ? ഡോക്ടർ പറഞ്ഞു അത് ഹാർഡ് ആവുന്നതിന്റെ ആ കാല് അനക്കരുതെന്ന്. അതിനകത്ത് കാല് അനക്കരുത്, അനക്കിയ അവിടെ ഇവിടെ മുട്ടും, വേദന എടുക്കും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിങ്ങോട്ട് വരുന്ന വഴിക്ക് ജാനിക്കുട്ടിയും കുഞ്ഞിനെയും കാണാനൊന്ന് കയറി. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് വന്നത്. അടുക്കളയ്ക്കകമൊക്കെ തേച്ചു, ബാക്കി പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് അവിടെ എല്ലാം വാരി വലിച്ചൊക്കെ ഇട്ടേക്കുക. സ്ഥലം കുറവായതുകൊണ്ട് എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മാറ്റി മറിച്ചൊക്കെ വെച്ചേക്കുക. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് സോപ്പൊക്കെ തീർന്നായിരുന്നു. ഒരു ക്യൂട്ടി സോപ്പും ഒരു ഹമാമും വാങ്ങിച്ചു. പാലും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നു. ഇന്നലെ മോനിക്കുട്ടനെ രാവിലെ കൊണ്ടുപോയി പ്ലാസ്റ്ററൊക്കെ മുറുക്കി ഞാൻ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വൈകുന്നേരമൊക്കെ ആയപ്പം അവൻ്റെ കാലിനും വേദന എടുക്കുന്നെന്ന് പറഞ്ഞു. മുട്ടിനല്ല, ഈ പ്ലാസ്റ്റർ ഇങ്ങനെ കട്ടിയാകുമ്പം നമ്മുടെ ഈ കാലിനെ കണ്ണക്കൊക്കെ മുട്ടുമ്പോൾ വേദന എടുക്കത്തില്ല, അങ്ങനെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. അത്രയും വേദന വന്നാലേ മോനിക്കുട്ടൻ കരയത്തുള്ളൂ. ഇന്നലെ കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ ഒരു പെയിൻ കില്ലർ കൊടുത്തു. രാത്രി കിടന്നപ്പോൾ തൊണ്ടയ്ക്ക് വേദന ഉണ്ടായിരുന്നു. ഉപ്പ് വെള്ളമൊക്കെ ഗാർഗിൾ ചെയ്തിട്ടാണ് കിടന്നത്. പനിയുടെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ രാത്രിയിലൊന്നും അത്ര ഉറക്കമൊന്നും ശരിയായില്ല. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വേറെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കമൊന്നും ഒട്ടും ശരിയായില്ല. കിടന്നപ്പം തന്നെ 12 മണിയോളമായി. പിന്നെ അങ്ങോട്ട് കിടന്നപ്പോൾ മോനിക്കുട്ടിന് വേദന എടുക്കുന്നെന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാനൊരു ടാബ്ലറ്റ് കൊടുത്തത്. കൊടുത്തു. പിന്നെ ഒന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റിരിക്കുന്നു, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു, മൂളുന്നു, ഞരങ്ങുന്നു. അതുകൊണ്ട് എൻ്റെ ഉറക്കമൊന്നും ശരിയായില്ല. ഞാൻ മനസ്സും അങ്ങോട്ട് ഒന്നും ശാന്തമാകുന്നില്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. പിന്നെ രാവിലെ ഞാൻ
ഡോക്ടറെ അടുക്ക പോയി ഒന്നുകൂടെ ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു 2-3 ദിവസം ഇതിങ്ങനെ ഭയങ്കര പ്രയാസമായിരിക്കും, മറ്റേതുപോലല്ല, കട്ടിയുള്ളത് ഇട്ട് നല്ല ടൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നോക്കാം എന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ ഇന്നലെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേ പറഞ്ഞത് നമുക്കൊരു അവിയലൊക്കെ കൂട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയിരുന്നത്. അപ്പോൾ അമ്മ ഇന്ന് അവിയൽ വെച്ചിട്ടുണ്ട്, നമ്മൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ, അതും കറി വെച്ചു. അതുകൊണ്ട് എനിക്ക് പാചകമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് അമ്മയുടെ കൈ മറയ്ക്കുന്നതൊക്കെ ഓരോരുത്തരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് വർഷങ്ങളായിട്ടുള്ളതാണ്, അതിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. പക്ഷെ ആ മെഡിസിൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ പെയിൻ കില്ലർ ഒന്നും അധികം കഴിക്കരുതെന്ന് പറയും. അമ്മയ്ക്ക് തലവേദന, നടുവിന് വേദന, കൈക്ക് വേദന എന്നൊക്കെ പറഞ്ഞ് അമ്മ പെയിൻ കില്ലർ ഒന്നും ഒഴിവാക്കത്തില്ല, അതൊക്കെ എടുത്ത് കഴിക്കും. വേദന ഞാൻ ഗുളിക കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു ഇതല്ലേ എനിക്ക്. അപ്പോൾ എനിക്കത് കൊണ്ടുവരാതിരിക്കാനും പറ്റത്തില്ല. ഡോക്ടർ എപ്പോഴും പറയുന്നതാണ് പെയിൻ കില്ലർ അധികം കഴിക്കരുത്, വിറയൽ കൂടുമെന്നുള്ളത്. അതൊന്നും പക്ഷെ അങ്ങനെയൊന്നും പാലിക്കത്തില്ല, അതാണ് സത്യം. ഞാൻ എന്നാ ഒന്ന് കുളിച്ച് ജപിച്ച് വരാം. വേറെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. പാചകമൊന്നുമില്ലല്ലോ എന്നെന്തായാലും പറയാം. ഏതാ ഇപ്പൊ എഴുതുന്നത്? എന്തോ ഇന്ന് കുറച്ച് എഴുതിട്ട് ബാക്കി പിന്നെ എഴുതാം. രാവിലെയൊക്കെ ഇരുന്ന് എഴുതാമല്ലോ. വൃത്തിയായിട്ട് എഴുതണേ കേട്ടോ. ഇതേതാ EVS ആണോ എഴുതുന്നത്? കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്നു. കുളിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു റാക്ക് നമ്മൾ അന്ന് കുറച്ച് അടുക്കി പെറുക്കിയൊക്കെ വെച്ചായിരുന്നു. ജാൻകുട്ടി കുറേ സാധനങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. പിന്നെ എൻ്റെ സൗകര്യത്തിന് അടുക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി നടന്നില്ല. ഇന്ന് ഞാനതെല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെച്ചു. ഈ ഒരു തട്ടിലാത്തിരിക്കുന്ന സാധനങ്ങൾ ഇതിനകത്തോട്ടൊന്ന് മാറ്റണം. കാരണം വളയും മാലയൊക്കെ ഞാൻ ഏറ്റവും അടി വെച്ചു. ഇവിടെ ഇരുന്ന് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഇവിടെ വയ്ക്കണം. പിന്നെ വളയുടെ സ്റ്റാൻഡെല്ലാം സെറ്റ് ചെയ്തു. കുറച്ച് വളകളൊക്കെ ഡാമേജ് ആയിരുന്നേ, കാണിക്കാം. വെക്കട്ടെ. വളയുടെ സ്റ്റാൻഡ് ഞാൻ കബോർഡിനകത്ത് തന്നെ വെക്കുക കേട്ടോ. ഇതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല, വെയിറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ അത് ഇത്രയും വളകൾ ആക്രി പരുവത്തിലായി. അതുകൊണ്ട് ഇതെല്ലാം കളയുക. കണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുമല്ലോ. ഈ ഒരു വള പുതിയതായിരുന്നു, അധികം പഴക്കമില്ല. ഇത് രണ്ടും അധികം പഴക്കമില്ല. പക്ഷെ ഇത് എൻ്റെ ഷാളെല്ലാം കളഞ്ഞു. ഞാനിത് ഒരുപാട് തവണ മേക്ക് ഓവർ ചെയ്ത് നോക്കി, എന്നെ വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തിയോണ്ട് ഇത് ഞാൻ കളയുക കേട്ടോ. പിന്നെ ഇത് ഞാൻ അധികം ഇട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇരുന്നിരുന്ന് ഇതിൻ്റെ കല്ലൊക്കെ ഇളകിപ്പോയി. അപ്പോൾ പിന്നെ ഇത്രയും വളകൾ നമുക്ക് കളയാനുള്ളതാണ്. ഇതെല്ലാം ഞാൻ എടുത്ത് മാറ്റി. ഇനി വളയും കമ്മലും ഒന്നും ഞാൻ വാങ്ങത്തില്ല കേട്ടോ. ഈ ഇരിക്കുന്നതെല്ലാം ഇട്ട് തീർക്കണം. ഇതെല്ലാം നെയിൽ പോളിഷാണ്. ഇതിനകത്ത് വെറൈറ്റി കളറൊക്കെയാണ്. ഇതിനകത്ത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കുറേ കളറുകളാണ്. അപ്പം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. നമുക്ക് സ്പ്രേ ബോട്ടിലും കൂടെ ഇവിടെ തന്നെ വയ്ക്കാം. My favorite. വാച്ചാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡ്രസ്സിന് ചേരുന്ന വാച്ചിരുന്ന ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മീഷോയിൽ നിന്നൊക്കെ വാങ്ങി കൂട്ടിയ കളർ വാച്ചുകളാണ് ഇതൊക്കെ. പിന്നെ കുറേ വാച്ചുകൾ മിസ്സായിപ്പോയി. പിന്നെ ഇതൊക്കെ നമ്മുടെ ആതിരക്കുട്ടി അയച്ചു തന്ന പുതിയ വാച്ചുകളാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ഒന്നിച്ച് ഈ ബോക്സിനകത്തിട്ട് വെക്കും. ചിപ്പി തന്നതാണ്, എനിക്ക് തന്നതല്ല. ഇത് ജാനിക്കുട്ടിക്ക് കൊടുത്തു. ജാനിക്കുട്ടിക്ക് ഈ കളർ വേണ്ടാത്തതുകൊണ്ട് ഇവിടുന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട 2 കളർ എടുത്തു. എന്നിട്ട് ഇത് എനിക്ക് തന്നു.
ഇതൊരു തവണ എങ്ങാണ്ട് എവിടെയോ പോയപ്പോൾ ഒന്ന് ഇട്ട്, ഇതൊരു ദിവസം എങ്ങാണ്ടോട്ടോ പോയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത്. ഇത് ഞാൻ വാങ്ങിച്ചതാട്ടോ, ജസ്റ്റ് ഹെർബ്സിൻ്റെ കുഞ്ഞി ലിപ്സ്റ്റിക്കാണ്. എനിക്കധികം ഒന്നും വേണ്ട, ചുമ്മാ വട്ട് തോന്നുമ്പോൾ മേടിക്കുന്ന, ഇടാനൊന്നുമല്ല. ഇത്രയേ ഉള്ളൂ. കുറേ കളേഴ്സ് ഉണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ച് ജാനിക്കുട്ടിക്ക് എടുത്തിട്ടാണ് അവൾ എനിക്ക് അത് തന്നത്. പിന്നെ ഈ ഒരു വാച്ച് ഞാൻ ജോഷ് ടോക്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു വാച്ച് ആ സമയത്ത് ഇല്ലായിരുന്നത് കൊണ്ട് ഇത് വാങ്ങിയതാണ്. ഇതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇപ്പോൾ ഇതെൻ്റെ ഇങ്ങനെ ഈ പരുവത്തിലിരിക്കുന്നത്. ഇതെല്ലാം സ്ട്രാപ്പെല്ലാം മാറി ഇതെല്ലാം ഒന്ന് ബാറ്ററിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ബാഗിലോട്ട് കൊണ്ടുവെക്കട്ടെ. ഡെയിലി കൊണ്ടുപോകുന്ന ബാഗില്ല, അതിനകത്ത് കൊണ്ടുവെക്കാം. മോനിക്കുട്ടന് കുറേ നോട്ട് എഴുതാനുണ്ട്, എഴുതുന്നു. ഇനി നമുക്ക് വല്ലതും കഴിക്കാം. അമ്മ കഴിച്ചു കേട്ടോ, അമ്മ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിച്ചു. ഞാനും മോനിക്കുട്ടനും കൂടെ ചോറുണ്ണട്ടെ. അവിയൽ മീൻകറി, മോര്, മീൻ വറുത്തത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് എന്താ നെഗറ്റീവ് ഫീലിങ്സ് പല കാര്യങ്ങളായി. ഞാൻ വീഡിയോയിലൊന്നും പറയാത്ത കാര്യങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ. ചില തോന്നലുകളൊക്കെ ദൈവം നമുക്കായിട്ട് തരുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കത് അനുഭവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരുപാട് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും ഒക്കെ അതിനെപ്പറ്റി ദുഷിപ്പ് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരണം എന്നാഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ അവർ ചിന്തിക്കും, കണക്ക് കൂട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണോ ഏത് ഉദ്ദേശത്തിലാണോ പറഞ്ഞത് ആ ഉദ്ദേശത്തിൽ തന്നെ മനസ്സിലാക്കി. ഇതിനൊക്കെ മുമ്പ് തന്നെ പല വീഡിയോസിലും പലരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്, കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ കരുതണം എന്നുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും മുത്തിനോട് പറയുമായിരുന്നു, വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ അവനെ എപ്പോഴും ഇങ്ങനെ വാണിംഗ് കൊടുക്കും, സൂക്ഷിച്ച് പോകണം, നമ്മൾ വീടിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ദോഷ സമയമായിരിക്കും, അങ്ങനെയൊക്കെയാണ് വിശ്വാസങ്ങൾ. അതുകൊണ്ട് കരുതണം എന്ന് അവനോട് പറയാറുണ്ടെങ്കിലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോനിക്കുട്ടനാണ് അതിൻ്റെ ഒരു എഫക്റ്റ് വന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. മുത്ത് ഈ ഒരു വർഷം കൂടി, അതായത് അടുത്ത ഒരു ജൂൺ ആകുമ്പോഴത്തേക്ക് അവൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകും. അപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് കുട്ടികളുടെ എല്ലാം കോളേജ് കഴിഞ്ഞ് റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ അന്യനാട്ടിൽ നമ്മുടെ മക്കളെ പഠിക്കാനായിട്ടൊക്കെ വിട്ടിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് അങ്ങനെയുള്ള ചില എന്താ പറയുന്നത് തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. ഓടിച്ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ ചെന്ന് സംസാരിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു. അതിൻ്റേതായിട്ടുള്ള മാനസിക വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്, നമ്മുടെ സന്തോഷങ്ങളൊക്കെ കെട്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരുടെ ഇടയിൽ ഒരുപാട് അത് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 4th സെമ്മിൻ്റെ എക്സാമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2 ലാബ് എക്സാമും കൂടെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇന്നലെയൊക്കെ അവന് പനിയൊക്കെ ആയിരുന്നു. പെട്ടെന്ന് പനി കൊണ്ടു, ദേഹത്ത് കാലിനൊക്കെ വേദന, പിന്നെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നല്ല പനിയുണ്ടായിരുന്നു. വേദന കൂടിയിട്ട് അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ. അല്ലാതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ പോലും, ഇവിടെ ആണെങ്കിൽ പോലും വിളിച്ചാൽ വരാത്ത ആളാണ്. അത്ര വയ്യായിരുന്നു അവന്. അങ്ങനെ പിന്നെ ഇന്നലെ അപ്പവും കൂട്ടുകാരെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ എങ്ങനെയെങ്കിലും പനി കുറവില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വയ്യാഴിക കുറവില്ലെങ്കിൽ ഇനി പോരെ, 2 ലാബ് എക്സാം അടുത്ത തവണ എഴുതാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ അത്ര അവന് വയ്യായിരുന്നു, എന്നോട് ഫോണിൽ സംസാരിക്കാൻ പറ്റാത്ത അത്ര വയ്യാഴിയായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അടുത്ത തവണ എങ്ങാനും അറ്റൻഡ് ചെയ്യുക, നീ പോരെ, ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാം. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ പനിയൊക്കെ നോക്കി, മെഡിസിനൊക്കെ കൊടുത്തു. ഇന്നിപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം 8-ാം തീയതിയും 10-ാം തീയതി 2 എക്സാമും കൂടിയാണുള്ളത്. അതുകൂടി അറ്റൻഡ് ചെയ്തിട്ട് ഇനി പോരാന്ന് പറഞ്ഞിരിക്കുവാണ്. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ മനസ്സങ്ങോട്ട് ഇടങ്ങേറി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയാണ് കഴിഞ്ഞ ദിവസം ആ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ അങ്ങ് സഹിച്ചോളാം. ഞാൻ വയ്യാഴിയാണെങ്കിലും വിഷമമാണെങ്കിലും കരച്ചിലാണെങ്കിലും സങ്കടമാണെങ്കിലും ചീത്തവിളിയാണെങ്കിലും എന്ത് കുറ്റപ്പെടുത്തലോ പഴി എന്തോ വേണേലും ഞാൻ സഹിച്ചോളാം. പക്ഷെ ഇവരുടെ കാര്യത്തിൽ അത് വരുമ്പോൾ എനിക്കതങ്ങോട്ട് പോട്ടെ സഹിക്കണം എന്ന് വയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അതെല്ലാ അമ്മമാരും അങ്ങനെയാണ്. അത് എന്നിട്ടും ഞാൻ ആ വീഡിയോയിൽ അത്രയും ഓപ്പണായിട്ട് പറഞ്ഞിട്ട് പോലും ഹോം ടൂർ ചെയ്യാത്ത എന്താണെന്നൊക്കെ ചോദിച്ച് പലരെയും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി ഒരു സംസാരമില്ല. വീടിൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ഇനിയും റെഡിയാക്കാനുണ്ട്. ഇതിൻ്റെ ബാധ്യതയുണ്ട്. സത്യാവസ്ഥ എന്താണെന്നുള്ളത് എന്നെ ഏറ്റവും അടുത്തറിയാവുന്നവരും എൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാം. എനിക്ക് എത്രമാത്രം ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്, എനിക്കത് എങ്ങനെയൊക്കെയാണ് ഞാനത് ആക്കിയെടുത്തിരിക്കുന്നത്, ഇതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എനിക്കും ദൈവത്തിനും അറിയാം. ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രത മനസ്സിലാകത്തുള്ളൂ. ദൂരെ നോക്കുന്നവർക്ക് അത് വളരെ വളരെ രസമായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ. കുട്ടനുള്ള ചോറ് വിളമ്പുവാണേ. മിസ് ചെയ്യുന്നു ഷിവോണിനെ. ഹലോ നാലാഴ്ച കഴിഞ്ഞു. ടീച്ചറെ മുട്ട ഇടിച്ചാ വീണത്. അപ്പൊ ലിഗമെന്റിന് ഫ്രാക്ചർ ഉണ്ട്. എല്ലിനല്ല ലിഗമെന്റിന്. അപ്പൊ അത് പ്ലാസ്റ്റർ ഇട്ടേക്ക് പോകുന്നത് 5 ആഴ്ച പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞു. പിന്നെ 4 ആഴ്ചയും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ വന്നാൽ ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ട് പാടില്ല. മോനുകുട്ട കഴിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നില്ലെന്ന് മോനുകുട്ടന് ഇപ്പൊ അതങ്ങ് മിസ് ചെയ്യുന്നെന്ന്. ഒന്ന് പറഞ്ഞേക്ക് കഴിക്കട്ടെ. ചോറ് വേണം. അമ്മ ഇന്ന് വെള്ളേരി കേട്ടോ. അമ്മയ്ക്ക് വെള്ളേരിയാണ് കൂടുതൽ ഇഷ്ടമേ. എന്നോട് പറയും ഇന്നലെ കുത്തരി അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് വെള്ളേരി ഇട്ടത്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇമ്മണി അവിയൽ കഴിക്കാൻ പോവാണ്. മീൻ കറി വിളമ്പാം. മോര്, മീൻ വറുത്തതെടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞി കഷ്ണം കേട്ടോ. കഴിക്കട്ടെ. എല്ലാവരോടും നിറയെ സ്നേഹം. വീഡിയോ ഫുള്ള് കാണണം, സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. എല്ലാവരോടും സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.